നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് ഐശ്വര്യക്കേ കഴിയൂ. ശ്യാമയുടെ പതനം എന്റെയും മോളുടെയും മാത്രമല്ല, ഐശ്വര്യയുടെയും സ്വപ്നം. അമ്മയെ ശ്യാമയ്ക്കെതിരെ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ നമ്മൾ വിജയിച്ചു. ഉറപ്പാണോ? അതെ, വസുന്ധര മുന്നിട്ടിറങ്ങിയാൽ ഫൈനലിൽ ശ്യാമ തകർന്നടിയും. നോക്കിക്കോ. എന്ന അമ്മയുടെ കാര്യം ഞാൻ ഏറ്റു. സവോള 100 kg, 100 കിലോ ആയപ്പോൾ ഹോൾസെയിൽ വില. ആഹാ, പച്ചക്കറി കടയിലെ കണക്ക് നോക്കുകയാണോ? ഞാനിന്ന് പിന്നെ വരാം, ഇത് നടക്കട്ടെ. എന്താ കാര്യം പറ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു. കുഴപ്പമില്ല, കണക്ക് നോക്കൽ നടക്കട്ടെ, പിന്നെ സംസാരിക്കാം. സാരമില്ല, എന്താന്ന് പറ. നാളെ മ്യൂസിക് ഷോയുടെ ഫൈനലല്ലേ? നമുക്ക് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും അമൃതയെയും ഒന്ന് ക്ഷണിക്കണ്ടേ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ പാട്ട് കേൾക്കാൻ ഉണ്ടാവുന്നത് നമുക്കൊരു സന്തോഷമല്ലേ? അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നാളെയാണ് ഫൈനൽ റൗണ്ട്. വെറുതെ അമ്മയുടെ മുമ്പിൽ പോയി ഉള്ള മൂട് കൂടി കളയണോ? ആലോചിക്ക്. അല്ലെങ്കിൽ തന്നെ ശ്യാമ പാടു എന്ന് പോലും സമ്മതിക്കാത്ത ആളാ എന്റെ അമ്മ. അപ്പോഴാ പാട്ട് കേൾക്കാൻ ഫ്ലോറിലേക്ക് വരുന്ന. തനിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെയും അമൃതയെടുത്തെയും ആദിയേട്ടനെയും അരുണേട്ടനെയും എല്ലാം ഫോണിൽ വിളിച്ച് പറയാം. അത് മതി. അല്ലാതെ അവിടേക്ക് പോയി വെറുതെ കുത്തുവാക്ക് കേട്ട് ഉള്ള സന്തോഷം കൂടി കളയണ്ട. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. മോളെ, നിന്റെ പെർഫോമൻസ് എല്ലാം ഇതുവരെ ടിവിയിൽ കൂടെ കാണാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി അത് പോരാ, ഫൈനൽ റൗണ്ട് പെർഫോമൻസ് നേരിട്ട് തന്നെ കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. അച്ഛാ, ഞാനതിനെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. വെറുതെ ഓരോരുത്തരെ വിളിച്ച് നീ സമയം കളയണ്ട. ആ സമയം കൂടെ ഫൈനലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. അതാ നല്ലത്. ശരി അച്ഛാ. ഫൈനലിൽ മോള് തന്നെ വിജയിക്കും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അച്ഛന്റെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായാൽ മതി. അതെപ്പോഴും മോൾക്കുണ്ടാവും. മോള് വിജയിക്കുന്നത് എനിക്ക് നേരിട്ട് തന്നെ കാണണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു അച്ഛാ. അച്ഛൻ കൂടെയുള്ളപ്പോ എനിക്ക് ധൈര്യം കൂടും. ആദ്യേട്ടനും അമൃതേട്ടയും അരുണേട്ടനും ഒക്കെ വരുമെന്നറിയാം. അവരെ ഞാൻ വിളിക്കുന്നുണ്ട്. ശ്രീകുട്ടിയെ കൂടെ കൊണ്ടുവരണേ അച്ഛാ. പിന്നെന്താ അച്ഛാ, അമ്മയെ ഞാൻ വിളിച്ച അമ്മ വരുമോ? നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. ശരി അച്ഛാ. പിന്നെ ഐശ്വര്യ അവിടെ മ്യൂസിക് ഷോ നടക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാ. ആ, ചെറിയ പ്രശ്നമുണ്ടായി. പക്ഷെ അതൊന്നും കാര്യാക്കാനില്ല. ചെറിയ പ്രശ്നമൊന്നുമല്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും ഫൈനൽ റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ശ്യാമ ജയിക്കട്ടെ. പാട്ടിന്റെ പേരിൽ ശ്യാമയെ അംഗീകരിക്കാത്തവരോടും വേദനിപ്പിച്ചവരോടൊക്കെ എന്നിട്ട് വേണം എനിക്കൊന്ന് പകരം ചോദിക്കാൻ. അച്ഛാ, അച്ഛൻ അതിനൊന്നും പകരം ചോദിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛന്റെ അനുഗ്രഹം മാത്രം എനിക്ക് മതി. ശരി മോളെ, അപ്പൊ നമുക്ക് റിയാലിറ്റി ഷോ സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ? ശരി അച്ഛാ. ഒടുവില് അവളുടെ ഒരു പിയുടെ സ്ഥാനമാവും നമ്മുടെ അകിക്ക്. താമസിയാതെ നമ്മുടെ അക്കി ആ ശ്യാമയ്ക്ക് കൊട പിടിച്ച് നടക്കുന്ന രംഗം അമ്മയ്ക്ക് ഈ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരും. ഇവിടെ എങ്ങനെ പ്രതാപത്തില് ജീവിച്ച ചെക്കനാ നമ്മുടെ അക്കി?
അമ്മയുടെ പൊന്നു മോനായിട്ട്. ഹും, അവൾ ഇപ്പൊ തന്നെ അവൻ ഇത്രയ്ക്കങ്ങ് മാറ്റിയെടുത്തില്ലേ. ഒക്കെ നമ്മുടെ അഖിയുടെ വിധിന് സമാധാനിക്കാം അല്ലേ അമ്മേ? എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഞാൻ അവന്റെ അമ്മയാ. എന്നാലേ അതിന് വേണ്ടത് ഇപ്പോഴേ അമ്മ ചെയ്യണം. മുളയിലേ നുള്ളാൻ പറ്റിയില്ല, ഇപ്പോ പടർന്ന് പന്തലിച്ചു. അപ്പോ ആ മരക്കൊമ്പുകള് മുറിച്ചു മാറ്റേണ്ടി വരും. ചിലപ്പോ മൂടോടെ പിഴുതങ്ങ് എറിയേണ്ടി വരും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ശ്യാമയെ തോൽപ്പിക്കണം. അങ്ങനെ അവളെ ജയിച്ചാ പറ്റില്ല. അതാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അതിനി അധികം സമയമില്ല. അതിനുള്ള വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങണം. മ്യൂസിക് മെഗാ ഷോ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. എന്ത് ഷോ ആയാലും എന്റെ അഖിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ആ മ്യൂസിക് ഷോ നിർത്തിവയ്പ്പിക്കേണ്ടി വന്നാ അത് ഞാൻ ചെയ്യും. അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മേ. ഫൈനലില് ശ്യാമയും മാനസയും മാത്രം മത്സരിക്കുന്നത്. അതില് മാനസ ജയിക്കണം. ശ്യാമയ്ക്ക് ഫ്ലോറിൽ കയറാൻ പോലും പറ്റരുത്. കേറിയാ തന്നെ ശ്യാമയ്ക്ക് പെർഫോം ചെയ്യാനാവരുത്. ലൈവ് ഷോയാ, അവളുടെ കാലിടറണം. പാടാനാവാതെ ഈ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കണം. അതിന് അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാലോചിക്ക്. അമ്മയ്ക്കറിയാലോ, കഴിഞ്ഞ റൗണ്ടിലും ശ്യാമയെ മ്യൂസിക് ഫ്ലോറിൽ തളർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. അത് എനിക്ക് തന്നെ തിരിച്ചടിയായി. പോലീസിന്റെ പിടിയിലായി, ആകെ നാണക്കേടായി. ഇനി ഒരു പിഴവും ഉണ്ടാവാൻ പാടില്ലമ്മേ. ശ്യാമ മ്യൂസിക് ഫ്ലോറിൽ തകർന്നടിയണം. അതിന് അമ്മയ്ക്ക് കഴിയൂ. അമ്മയ്ക്കേ അതിന് കഴിയൂ. ശരിയാ, ഐശ്വര്യ പറഞ്ഞത് ശരിയാ. ഇനി സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശ്യാമയ മ്യൂസിക് ഫ്ലോറിൽ മറ്റുള്ളവരുടെ മുന്നിൽ തകർന്ന് നിൽക്കുന്നത് എനിക്ക് കാണണം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. വസുന്ധരയാ പറയുന്നത്. ഞാനത് നടത്തിയിരിക്കും, നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.